എന്തുണ്ട്? അല്ലേ എത്തണമില്ല. എന്താണിത്? എന്താണ്? എന്താന്ന് പറ അണ്ണാ. അതെന്തറിയാമോ, നിങ്ങളെ നമുക്കന്ന് ഫോണൊക്കെ ഗിഫ്റ്റ് ആയിട്ട് തന്നല്ല, നമ്മൾ ഇതുവരെ നിങ്ങൾക്കൊന്നും തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് തരാൻ വേണ്ടിട്ട് ഒരു ഗിഫ്റ്റും കൊണ്ടാണ് നമ്മൾ വന്നത്. സർപ്രൈസ് ആണ്. ഓ സർപ്രൈസ് സസ്പെൻസ് ഒന്നടാ. എന്താണെന്ന് പറയും. നിങ്ങൾ കാണിക്ക്, തുറക്കത് എന്തരന്നേ കെട്ടഴിക്ക്. അപ്പൊ നിങ്ങളെ വാറ്റാത്ത നാക്കൊണ്ടാ പിന്നെ എന്താ പറഞ്ഞാ കുഴപ്പം? അങ്ങോട്ട് അഴിക്കുന്നേ. ചന്ദ്രി, ഇത് അഴിക്കാൻ പറ്റണില്ലടി. ഓ ഇങ്ങനെ അണ്ണാ എന്തൊരു കെട്ടിയാലും കുരുക്കാവും. അല്ലളിയാ, ഞാൻ നിക്കറിന്റെ വള്ളി കെട്ടിയാലും കുരുങ്ങിപ്പോവും. അവസാനം ഇവിടെ കത്തിരിക്കാണ് മുറിച്ചെടുക്കണത്. ഇന്നാളെ ദിവസേ കത്തിരി കാണാത്തോണ്ട് ഇവിടെ ഒരു പിച്ചാത്തി എടുത്തോണ്ട് വന്നു. ഞാൻ ഓടി തള്ളിക്കളഞ്ഞ്. എന്തെങ്കിലും പറ്റി മുറിഞ്ഞു കഴിഞ്ഞാൽ അണ്ണാ നിങ്ങൾ അങ്ങോട്ട് അഴിക്കിയത്. അടി അങ്ങോട്ട് കണ്ട. അയ്യോ സുനി പഴം. പഴം ഇനി അണ്ണനും കൂടെ പറയാൻ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടുകാർ മൊത്തം പറഞ്ഞു. ഇപ്പൊ എനിക്ക് തൃപ്തിയായി. ഇനി അത് എന്റെ വായിന്നും കൂടെ നിങ്ങൾക്ക് കേൾക്കണോന്നേ. ഒന്നുമില്ല അണ്ണാ, വാഴപ്പഴം അണ്ണന് കൊണ്ടുവന്നത്. അതെന്നെ മനസ്സിലായ? ഇതാണ് വ്ളാന്തരങ്ങി. വ്ളാന്തരങ്ങി നമ്മളെ വിളയിലൊക്കെ ഇങ്ങനെ പൊടിച്ച് വാരി കിടക്കും. ഞാന്ന് ചെന്ന് നോക്കിയപ്പോ ഒന്ന് കൊലച്ച് കുന്തളിച്ച് കിടക്കണേ. ഞാൻ വെട്ടിയെടുത്ത് അളിയൽ കൊണ്ടുവരാന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അളിയൊന്ന് കഴിച്ചു വെക്കാണ്. വ്ളാന്തരങ്ങി നിന്നിട്ടുണ്ടാ? ഭയങ്കര ഇനിപ്പാണ്. മാമൻ കൊടുക്കും. ആണാ അണ്ണാ, നമ്മളെ പറമ്പിലുണ്ടാക്കി നല്ല ഇനിപ്പാണ്. നല്ല ജൈവവളം ഇട്ടുണ്ടാക്കിയാണ്. രാസവളമൊന്നും അല്ല കേട്ടാ. നല്ല പഴമാണ്, കഴിക്കേ. എങ്ങനുണ്ട്? കൊള്ളാമാ? തിന്നു നോക്കിയാ? അല്ലേ സുനി ഒരു കർഷകനാണല്ലേ? ഞാനൊക്കെ എന്തര് അച്ഛനാണ് കർഷകൻ. ആണോ? അച്ഛനാണ് ഈ പരിപാടിക്കൊക്കെ എനിക്കൊരു പ്രചോദനം ഉണ്ടാക്കി തന്ന അച്ഛനാണ്. അച്ഛൻ കർഷകനാണ്. അല്ല, പരീക്ഷയുടെ പേപ്പറും കൊണ്ട് ചെല്ലുമ്പോ അങ്ങേര് പറയുമായിരുന്നു വാഴ വെച്ചാ മതിയായിരുന്നു. അന്ന് തൊട്ടേ എനിക്ക് വാഴ കൃഷിയോട് ഭയങ്കര താല്പര്യമായിരുന്നു കേട്ടാ. പക്ഷെ നമ്മള് 4 മക്കളായിരുന്നണ്ണാ. ഞാനായിരുന്നു ഏറ്റവും ഇളയത്. 3 മക്കളെ നോക്കി അയാൾ പറയും കുടുംബത്തിലൊരുത്തൻ കഴിപ്പണം കെട്ടുപോയെന്ന്. പക്ഷെ അത് ആരാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് അത് ഇതുവരെ ആരെന്ന് മനസ്സിലായില്ലേ? അത് നിങ്ങൾ തന്നെ. മനസ്സിലായി? നിങ്ങളെ വീട്ടിൽ വന്ന് കയറിയ അന്ന് എനിക്ക് മനസ്സിലായി അത് നിങ്ങളാണെന്ന്. എന്തരേ ഉള്ള കാര്യം തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് മാറിയിരിക്കും. എന്നാ ഇങ്ങനെ കുടുംബക്കാര് മാത്രമൊന്നുമില്ല കേട്ടാ. എന്റെ കുടുംബത്തിലും ഉണ്ട് കർഷകര്. എന്റെ അച്ഛന് കർഷകശ്രീ കിട്ടിയിട്ടുണ്ട്. കർഷകശ്രീ അങ്ങനെയൊക്കെ മണ്ടവളൊക്കെ കിട്ടിയെന്ന് അല്ല. എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും കേട്ടാ. എന്നെ തന്തപ്പടി വല്ലതും പറയാൻ ചെവളെ കുത്തി കയറി കളയും ഞാൻ. എന്തൊരു പറയണത്? എന്റെ അച്ഛൻ നല്ലൊരു ക്ഷീര കർഷകനായിരുന്നു. പശു വളർത്തലെന്ന് അത് എന്നെ പറഞ്ഞത് ക്ഷീര കർഷകനായിരുന്നു. പശു വളർത്തലെങ്ങനെ ക്ഷീര കർഷകനാകും? എന്നാ നിങ്ങളെ ചെവിക്കകത്ത് ഈയ ഉരുക്കി ഒഴിച്ചു വെച്ചിരിക്കണ. ക്ഷീര കർഷകൻ എന്നല്ല പറഞ്ഞത്, ക്ഷീര കർഷകൻ. അങ്ങനെ ആക്കിയതല്ല, അത് അങ്ങനെ തന്നെ. അളിയ ഇപ്പൊ എല്ലാ കാര്യത്തിനും നമ്മൾ തമിഴ്നാട്ടിലല്ലേ പോണത്. ഇപ്പൊ ഓണം വന്നു കഴിഞ്ഞാൽ നമ്മൾ പൂ പറിക്കാൻ തമിഴ്നാട്ടിൽ പോവും, ഇല വെട്ടാൻ തമിഴ്നാട്ടിൽ പോവും, പച്ചക്കറി മേടിക്കാൻ തമിഴ്നാട്ടിൽ പോവും, പാലിന് തമിഴ്നാട്ടിൽ പോവും. ഇനി മാവേലിയും കൂടെ തമിഴ്നാട്ടുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓണമാകുമ്പോ മരുന്നൊക്കെ അടിച്ച് തളിച്ച് നല്ല വൃത്തിയാക്കി ഇങ്ങോട്ട് തരും. അത് അവരുടെ ഒരു കാര്യം പറയണം. തമിഴ്നാട്ടില് മുക്കിന് അവര് ചെടികൾ വെക്കും. അണ്ണാ നമ്മൾ ഇവിടെ വെക്കും. എന്ത് മുക്കിന് പല പാർട്ടികളെ കൊടി. എന്നാ പഴമൊക്കെ കഴിച്ച് ഇഷ്ടപ്പെട്ടല്ലേ? അപ്പൊ നമ്മളൊരു തീരുമാനം എടുത്ത് കൃഷിപ്പണി ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. ഉഗ്ര കാര്യം, നല്ല തീരുമാനം. അളിയെ സമ്മതിച്ചേ, അണ്ണ സമ്മതിച്ചേ, എല്ലാരും സമ്മതിച്ചേ. ചന്ദ്രി, അപ്പൊ നമുക്കൊരു കൃഷിപ്പണി തുടങ്ങാം. അപ്പൊ നമ്മൾ ഇനി കൃഷിപ്പണി തുടങ്ങും. നല്ല കാര്യം. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടാ അണ്ണ. അതെ, ഈ കൃഷി ചെയ്യാൻ എന്തൊരു വേണം? വെള്ളം വേണം. വെള്ളം വേണം. പക്ഷെ കൃഷി ചെയ്യാൻ എന്തൊരു വേണം? വിത്ത് വേണം. ഈ വെള്ളവും വിത്തും കൂടെ നിങ്ങൾ അണ്ണാക്കിട്ട് പൊടിപ്പിക്കോന്നേ. അണ്ണാ, വെള്ളവും വിത്തും വേണം. എന്നാലും കൃഷി ചെയ്യാൻ എന്തൊരു വേണം? കാളയും കലപ്പയും വേണമല്ലേ? ഇനി നിങ്ങളെ വാ തുറന്നാ നിങ്ങളെ പേട്ട തലയിൽ ഞാൻ ഒരെണ്ണം. അണ്ണാ, വിത്തും വെള്ളവും കാളയും കലപ്പയും ഒക്കെ വേണം. എന്നാലും കൃഷി ചെയ്യാൻ എന്തൊരു വേണം? സ്ഥലം വേണം. ഈ സ്ഥലം നമ്മളെ കയ്യിലില്ലല്ല. പൈസ കൊടുത്ത് വാങ്ങിക്കണം. പക്ഷെ പൈസയും നമ്മളെ കയ്യിലില്ലല്ല. ഇല്ല. പക്ഷെ ഇങ്ങനെ കുടുംബത്തിനകത്ത് നമുക്ക് പൈസയൊക്കെ തന്ന് സഹായിക്കാൻ ആൾക്കാരുള്ളപ്പോഴേ പിന്നെ പ്രശ്നമില്ലല്ല. അവരോട് ചോദിച്ചാ പോരെ? അവരെന്ന് പറഞ്ഞാ അവിടെയല്ല, ഇവിടെ. എന്റെ പൈസ ഒന്നുമില്ല. ചുമ്മാ കള്ളം പറയല്ലേ അണ്ണ. അണ്ണന്റെ കയ്യിൽ നല്ല പൂത്ത കാശുണ്ടെന്ന് നമ്മ
അറിയാം. എന്ത് ചന്ദ്രി പറയണ? എന്റെ അങ്ങനെ അത്ര പൈസ ഒന്നും ഇല്ല. അങ്ങനൊന്നും പറയണ്ട. അണ്ണൻ ഇപ്പൊ ഗോൾഡൻ വിസയൊക്കെ കിട്ടിയില്ലേ? എന്തരടി ഗോൾഡൻ വിസ? അണ്ണ എന്താണെന്നറിയാമോ? അങ്ങ് പേർഷ്യയിൽ നിന്നൊക്കെ സ്വർണം കൊണ്ടുവരാൻ പറ്റുമണ്ണ. അല്ലേ ഇപ്പം എയർപോർട്ടിലല്ലേ സ്വർണം മൊത്തോ? അണ്ണ നമ്മളന്ന് വാർത്തയിൽ കണ്ട് ഒരു പെണ്ണും പിള്ള ഇടുപ്പ് നിറച്ച് 1.5 കോടിയുടെ സ്വർണ്ണമാണെന്ന് കെട്ടി വെച്ചോണ്ട് വന്നത്. എത്ര? 1.5 കോടിയുടെ സ്വർണം. അല്ലേ ഇവിടെ 450 രൂപയുടെ പൈന്റ് ഇവിടെ വെട്ടിച്ച് വീട്ടിൽ കയറ്റാൻ പറഞ്ഞ പാട് എനിക്ക് അണ്ണ എന്തരേ പറയണ്ടേ? അത് മാത്രല്ല അണ്ണ, ഇപ്പൊ പറയാൻ പറ്റാത്ത സ്ഥലത്തൊക്കെയാണെന്ന് ആൾക്കാർ സ്വർണം കൊണ്ടുവരണത്. ഓ ഗോൾഡൻ വിസ എന്ന് പറഞ്ഞാൽ അതല്ല, അത് അവിടത്തെ ഒരു സിസ്റ്റമാണ്. ഈ സ്വർണം കടത്തണം എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കുറ്റമാണ്, രാജ്യദ്രോഹമാണ്. അണ്ണാ ഈ രാജ്യദ്രോഹം നിർത്തണമെങ്കിൽ ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ. അത് പറ. ഈ സ്വർണ്ണം ഉണ്ടാക്കുന്ന സമയത്ത് കാന്താരി മുളകും കൂടെ അരച്ച് ചേർത്ത് കൊടുക്കണം. എവിടെ വെച്ചോണ്ട് വരുമെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അത് ശരി തന്നെ കേട്ടോ, അത് ശരി തന്നെ. അപ്പം അണ്ണ ഇനി നമുക്ക് സ്വർണ്ണമൊന്നും തന്ന് സഹായിക്കാൻ പറ്റൂലല്ലേ? അല്ല, ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് സ്ഥലമല്ലേ വേണ്ടേ? തിരുവനന്തപുരത്ത് എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ നിങ്ങൾ കൃഷി ഇറക്കിയോ? അണ്ണാ ഇത് കൃഷിക്കാരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ സഹായിക്കാൻ ഒരു മനുഷ്യരുടെ അളിയം പോലും ഇല്ല കേട്ടാ. സ്ഥലം എടുത്തോ? എടുത്തോന്നാ പിന്നെ ആട്ടത്തിന് സ്ഥലം എടുത്ത് നിങ്ങൾക്ക് നടത്തിക്കൂടെ ഇത്? അപ്പൊ എന്നാ പിന്നെ അണ്ണ ഇതൊക്കെ ചെയ്തു തന്നില്ലേ അണ്ണ? എന്നാ ഒരു 4 ബംഗാളികളെയും കൂടെ പാട്ടത്തിന് എടുത്തു തരുമോ അണ്ണ? അല്ല 4 ബംഗാളികളെയും കൂടെ. എന്താണെന്നറിയാമോ, എനിക്കാണെങ്കിൽ വെട്ടാനും കളയ്ക്കാനും ഒന്നും പറ്റൂല. പിന്നെ എന്റെ അണ്ണൻ വെട്ടാനും കളയ്ക്കാനും ഒക്കെ പോയി അണ്ണന്റെ ചന്തം പോവും. മറ്റത് ബംഗാളികളാകുമ്പോ കുഴപ്പമില്ലല്ലോ അണ്ണ. ഇത് തന്നെ നിങ്ങളുടെ കുഴപ്പം. അതായത് മേലനങ്ങി ഒരു പണിയും ചെയ്യാൻ പറ്റില്ല, അതിന് ബംഗാളി വേണം അല്ലേ? പക്ഷെ എന്നിട്ട് കുറ്റം പറയാനും കൃഷി ചെയ്യണം എന്നൊക്കെ ഉള്ള ആഗ്രഹമുണ്ട് അല്ലേ? അതെ പൊക്കോ, അത് പൊക്കോ, സ്ഥലം വിട്ടോ, കൊല അടിക്കും. സ്ഥലം വിട്ടോ. കൊല അവിടെ വെച്ചോ, കൊല തൊട്ടാ ഇടിക്കും ഞാൻ. പൊക്കോ. അപ്പം പഴം എടുത്തോട്ട് പോയി. പറ്റൂലല്ലേ അണ്ണാ? പോട്ടെ അണ്ണാ, ശരി. അയ്യോ